ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിനക്ക് മാത്രമില്ല. എനിക്ക് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഉമ്മേ വേണ്ട. വേണ്ടെന്നല്ല, തരില്ല. ആ, അത് അങ്ങനെ തന്നെയാണ് അമ്മ. ഇന്ന് രാവിലെ അമ്മ എന്താ കാട്ടി, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മോനെ രഞ്ജു രഞ്ജു എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ എന്തോ അത്യാവശ്യ കാര്യമാണ് വന്നിട്ട് ഓടി വന്നപ്പോൾ ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത് പറയൂ? ചപ്പാത്തി. ചപ്പാത്തി അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കുഴച്ച്. ആ, അത് അമ്മ എങ്ങനെ കുഴച്ച് നിൽക്ക്. ആ ഉണ്ടനെ എടുത്തിട്ട് മുകളിലേക്കൊരിടല്, താഴേക്കൊരിടല്. അപ്പം ഞാൻ പറഞ്ഞു എന്തമ്മ വിളിച്ച് ഇത് നോക്കടാ പറഞ്ഞു. ഒരു മുകളിലേക്കൊരിടല്, താഴേക്കൊരിടല്. എന്നിട്ട് പിന്നെ കുറേ കുത്തിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. നിക്ക് കുറേ കുത്ത് അതിൻ്റെ മുകളിൽ കുത്തി. എന്നിട്ട് അതിനെ ഞെക്കി. സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് മാവ് പിടിക്കുക. എന്നിട്ട് അമ്മ ഒരു ഡയലോഗ് പറഞ്ഞു, ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? ഇങ്ങനെയൊക്കെ ആക്കിയാലേ മോനെ നന്നാവുള്ളൂ എന്ന്. അപ്പം ആര് നന്നാവുള്ളൂ? ചപ്പാത്തി നന്നാവുള്ളൂ മോനെ. അത് ഞാൻ പറഞ്ഞു, ഞാൻ അത് ആദ്യമായിട്ട് കാണുന്നല്ലോ. ഞാൻ ഉഗാണ്ടെന്ന് വന്നതൊന്നല്ലല്ലോ, ഇവിടെ തന്നെ ഉള്ളവനല്ലേ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാനും കണ്ടിട്ട് കുഴച്ചൊന്നുണ്ടല്ലോ, ഇതിപ്പോൾ എന്തത്ര കാണിച്ചു തരാനുള്ളതെന്ന്. ഇന്നാലും നീ ഇതൊന്ന് കണ്ടിരിക്കണം എന്ന് കഴിഞ്ഞപ്പോൾ. എന്നിട്ടിതാ ഇങ്ങനെ ഒരു പിച്ച് വെച്ചണം. പിച്ചിലിതാ ഇങ്ങനെ തിരിച്ച് ഉണ്ടയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പരത്തങ്ങോട്ട് പരത്തിയിട്ട് ഇതാ ആ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തീയും കത്തിച്ച് ചൂടാക്കിയ ആഹാ എന്ത് രസമായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അപ്പോൾ എന്നെ ആ ഉണ്ട എറിയുമ്പോൾ മുകളിലേക്ക് എറിഞ്ഞ് എന്നിട്ട് ആ പാത്രത്തിൽ വെച്ച് എന്നെ കുറെ ഞെക്കിപ്പിഴിഞ്ഞ് അതിനുശേഷം ഇടിച്ച് കൈ കൊണ്ട് എങ്ങനെ കാണിക്കാൻ വന്ന് ഇടിച്ചത്? അത് ഇടിച്ച് എന്നിട്ട് അതിനെ പറിച്ച് ചെറിയ ഉണ്ടാക്കിയിട്ട് അതിന് വീണ്ടും പരത്തി ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇതിന് ചെയ്താലാണ് ഓരോ ചപ്പാത്തി പോലും നന്നാവുള്ളൂ മകനേന്ന്. അപ്പം അതിൻ്റെ അർത്ഥം നീ നന്നാവണതിനെ ഇടിച്ച് പരത്തിയിട്ട് വേണമല്ലോ ചെയ്യാന്നല്ലേ? എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അതെനിക്ക് കാണിച്ചു ഈ ചപ്പാത്തി ഇത്രയും നന്നായി കുഴക്കാനാണ് എന്നെ എന്റെ ഓർമ്മയിൽ നിൽക്കുമല്ലോ. പോട്ടെ, ഇത്രയും നന്നായിട്ട് ചപ്പാത്തി കുഴച്ചേരാൻ അറിയണേ എന്നെ. ചപ്പാത്തി കുഴക്കാൻ വേണമെങ്കിൽ വിളിക്കുക. ആ കുഴക്കുന്നത് കാണിച്ചു തരാൻ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഞെക്കിയിട്ടൊക്കെ പിഴിയുന്നത് പല്ല് കടിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് മോനെ നല്ല ചപ്പാത്തി ഉണ്ടാവുക എന്ന് അതിന്റെ അർത്ഥം. അതെന്തിനാ എപ്പ പഠിപ്പിച്ചത്? ഞങ്ങളുടെ എപ്പോഴോ പഠിച്ചല്ലോ അതൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുക? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മക്കളെ നിങ്ങൾ ഇത്രയെങ്കിലും ആയതെന്ന് കാണിച്ചു തന്നാണ് അല്ലേ? അതിന് ചപ്പാത്തി ഒരു ഉദാഹരണ വസ്തുവായിട്ട് അവിടെ വെച്ചു. ഇപ്പോൾ അമ്മ ഇങ്ങനെ ചിരിക്കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മോഡേണൈസ് ആയി എല്ലാം മോഡേണൈസ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ സംസാരിക്കാൻ സമയമില്ല എന്നുള്ളത് വേറൊരു സത്യം. ഭയങ്കര ഓട്ടത്തിനിടയ്ക്ക് ചിരിക്കാൻ സമയമില്ല. അപ്പോൾ ചിരിക്കാണ്ടിരുന്ന എന്ത് നഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോൾ ഇന്നത്തെ വൈജ്ഞാനികമായ കണ്ടുപിടുത്തങ്ങളൊക്കെ പറഞ്ഞു. ചിരിച്ച സൗന്ദര്യം ഉണ്ടാവും, ചിരിച്ച ആരോഗ്യം ഉണ്ടാവും, ചിരിച്ചാൽ അസുഖങ്ങൾ മാറും പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയായിട്ടോ മക്കളായിട്ടോ തമാശ പറഞ്ഞ് ചിരിക്കണം. അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അവനെ കളിയാക്കിയിട്ട് ഇങ്ങോട്ട് കളിയാക്കിയിട്ട് അങ്ങോട്ട് കളിയാക്കിയിട്ട് ചിരിക്കണം. അതൊന്നും ഇല്ലെങ്കിൽ വീട്ടിലൊരു കാർട്ടൂൺ ഇട്ടിട്ട് അത് കണ്ട് ചിരിക്കണം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജഗജില്ലികളായ കോമഡി ആക്ടേഴ്സുകളുടെ കോമഡി ചാനലുകളുണ്ട്, അതിട്ട് നോക്കി അത് നോക്കി ചിരി. ഇതെല്ലാം വിട്ടിട്ടേ പുലർച്ചെ പോയിട്ട് പല്ലും തേച്ചിട്ട് 2 കൈ ആകാശത്ത് പൊക്കിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചിരിയോട് ചിരി. ഇത് കാണുമ്പോൾ അപ്പുറത്ത് കടന്നുറങ്ങണ പേഷ്യന്റുകൾ ഞെട്ടിയണിക്കുക. കാരണം ഇവർക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെ ഇവർക്ക് ചിരിച്ച ആരോഗ്യം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് അവിടെ യമദൂതനെ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ കടക്കപ്പായിൽ കിടക്കണ്ടാവും അപ്പുറത്തെ ഫ്ലാറ്റിൽ. അവർക്ക് ഉറക്കമില്ലാണ്ട് ഞെട്ടിയിട്ട് എന്താ പറയുക, ഒരുമിച്ച് ഒരു 100 ആൾക്കാർ കക്കാൻ ചിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും പറയും? ഭൂമി കുലുക്കും പോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സംഭവിക്കാൻ പോണെന്ന് എന്താ അറിയോ? ഇങ്ങനെ കൃത്രിമമായി ചിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മഴയാണെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ദോഷം തന്നെ ഉണ്ടാവുള്ളൂ പറയുമ്പോൾ തന്നെ ചിരി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓർഗനൊക്കെ ആവശ്യമില്ലാണ്ട് കുലുങ്ങുകയാണ്. ആ ചിരിക്കുന്ന ചില ആൾക്കാരെ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. ചിലരുടെ കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. കാരണം എന്താ, ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിച്ചില്ലെങ്കിൽ മോശമല്ലേ? കാരണം അടുത്തുള്ളവൻ ചിരിക്കുന്നുണ്ടാവും, തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ ഇയാളെ ചിരിക്കാത്ത? ബ്ലഡി ഫുൾ വന്നിട്ട് അയാൾ നോക്കുമ്പോൾ ഇയാൾക്ക് ചിരിക്കുക തന്നെ വേണം. അപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ ചിരി നടക്കണ ഈ സ്ഥലത്തേക്ക് ഇയാൾ പോയില്ലെങ്കിൽ ഇയാൾ അൺകൾച്ചേർഡ് ആണ്. കാരണം ചിരിക്കാൻ പറ്റില്ല അയാൾ എന്തൊരു മനുഷ്യനാണ് പറയും. ഈ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പുരോഗമനം കൂടിയിട്ട് ആൾക്കാർ ചിരിക്കുന്നതും കൂടി ആർട്ടിഫിഷ്യലായിപ്പോയി. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നിന്ന് ചിരിക്കുക, ആ ചിരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരാൾ. സത്യം പറഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ആരും ചിരിപ്പിച്ചിട്ടുണ്ടാവില്ല, ചിരിച്ചിട്ടുണ്ടോ? ചിരിപ്പിക്കാനടക്കം ഒരു ക്ലാസ്സിന് പോകാന്ന് പറഞ്ഞാൽ അമ്മ ആലോചിച്ച് നോക്ക്. അല്ല, കല്യാണം കഴിക്കാൻ പെൺകുട്ടിയോട്
കേൾക്കോ, കല്യാണം കഴിക്കാൻ പെൺകുട്ടിയോട് മാരേജ് ക്ലാസ്സിലേക്ക് പോകണം. എന്തിന്? ആ പെൺകുട്ടിയുടെ അമ്മ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് അമ്മ കല്യാണ ജീവിതം വിവാഹ ജീവിതം എങ്ങനെയാണ് ചോദിച്ചാൽ അതിനെക്കാണ്ടും വലിയ മാരേജ് ക്ലാസ് ഉണ്ടോ? അതിന് ആയിരക്കണക്കിന് ഫീസ് കൊടുത്തിട്ട് ഭർത്താവിനെ വിട്ടിരിക്കുന്ന ഏതോ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് മാരേജ് ക്ലാസ് കൊടുക്കുക. അത് എന്ത് പറഞ്ഞു കൊടുക്കും? എങ്ങനെ വിട്ടിട്ട് വേഗം ഓടി വീട്ടിലേക്ക് വായെന്നല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അമ്മ വീട്ടിലില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവില്ല, അവരോട് പോയിട്ട് എങ്ങനെയുണ്ട് വിവാഹ ജീവിതം പറഞ്ഞാൽ അവർ പ്ലസ് ആൻഡ് മൈനസ് പറഞ്ഞു തരും. ഇത് മനസ്സിലാക്കാണ്ട് 5000-10000 കൊടുത്തിട്ട് മാരേജ് ക്ലാസ് പഠിക്കാൻ വേണ്ടി പോയി. ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ എന്നെ കൊല്ലോ കൊല വിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉള്ള സത്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചില സത്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അത് കേൾക്കുമ്പോൾ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അതുപോലെ ചിലൻ്റെ പെട്ടെന്നുള്ള സംസാരങ്ങളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവരോട് പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദേഷ്യം അവൻ്റെ സ്ട്രെയിനും കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാണ്ട് അവർ വേണം വന്നിട്ട് ചെയ്യണതല്ല. അതുപോലെ ആയിരിക്കും അമ്മ രാവിലെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അത് ആ ചപ്പാത്തിനെ ഇത്രയും വികൃതമായിട്ടാണ് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ചപ്പാത്തി സ്മൂത്താണെങ്കിലും അത് തിന്നുമ്പോൾ ഒരു കല്ല് തിന്നുന്ന പ്രതീകമായിരുന്നു എനിക്ക്. കാരണം എന്നെ കുഴച്ച് പരത്തി ഉണ്ടാക്കി തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. തമാശക്ക് അച്ഛനെ പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കാമ്മ. ആ അതന്നെ, നമ്മളിവിടെ എന്താ അറിയോ, മുറ്റത്തെ മുല്ലയ്ക്ക് അന്നും ഇന്നും എന്നും മണല്ല അല്ലേ? ആ അപ്പൊ ആയിക്കോട്ടെ. എന്താണ് ഇന്നത്തെ ഡിഷ്? അല്ല, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞോ അമ്മ? ആണോ? ഞാൻ കേട്ടില്ലേ അമ്മ? ഓ, ഇത് ഭയങ്കര വലിയ മാന്തറല്ലേ? ഒന്നും മിണ്ടാണെങ്കിൽ മീഡിയം മാന്തറ മതി. എന്തിനാ അമ്മ ഈ മാന്തറിന്റെ മുകളിലെ ഇല ഒട്ടിച്ചു വെച്ചിരിക്കണത്? അതെന്തിനാ അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കണത്? ഞാൻ വിചാരിച്ചു അമ്മ മാന്തള് വൃത്തിയാക്കി കഷ്ണങ്ങൾ ഒരു ഇങ്ങനെ നീളത്തിൽ അത് അങ്ങനെ വറുത്ത ആരും കഴിക്കൂല, അത്ര വലുത്. അപ്പൊ 3 കഷ്ണങ്ങളാക്കി ഒരെണ്ണം അങ്ങനെ നീളത്തിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലേ ഒരു മുതലക്കുട്ടീനെ ഭക്ഷിക്കും പോലെ തോന്നുന്നു. അത് നല്ലതല്ല. നമുക്ക് മുതലേ ഇഷ്ടമല്ലല്ലോ. അല്ല പറയാ. അതില് എന്താ ഇതില് ഞാൻ ഉണക്കമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾ, ഇത്രയും കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, മഞ്ഞൾ, ഇത് അരച്ചതാണ്, പൊടിയല്ല. എന്നിട്ട് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതിൽ ഇത് തിരുമ്പിയിട്ട് 1/2 മണിക്കൂർ മുമ്പ് വെച്ചതാണ് വറക്കാൻ. ഇത് മുഴുവൻ വറക്കണ്ട നമുക്ക്. എത്ര മണിക്ക് എണിച്ചമ്മ അത് വറക്കാൻ? ഈ മഴക്കാലത്തൊക്കെ അമ്മേനെ കൊണ്ട് ഇങ്ങനെ എണിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെന്താ, മഴക്കാലത്ത് പെട്ടെന്ന് എണിക്കാം. പിന്നെ കുറച്ച് കഷ്ണം ഞാനിത് കറിക്ക്, ഇത് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയാം. ഞാൻ ഇതുവരെ വറ്റിച്ചിട്ടുണ്ട്, കറി വെച്ച് നോക്കിയിട്ടില്ല. അപ്പം ഇന്നൊന്ന് കറി വെച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഷ്ണം മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പം അതിനുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ചതച്ചത്, നീ പറയും പാലല്ലാതെ നാളികേര പാല്, ചെറിയ ഉള്ളി കുറച്ച്, ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇത് മല്ലി കുറച്ചുള്ളൂ, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി അരച്ചതാണ്. അല്ലാണ്ട് പൊടിയല്ല. ഈ മീനിനൊക്കെ ഇത്തിരി അരച്ച് നമ്മൾ അരച്ചിടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ട് ഒരാൾ നാളികേരപ്പാല് ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിക്കണ്ടായിരുന്നേ, പിന്നെയുണ്ടോ? പച്ചമുളക്, കറിവേപ്പില, അത് പിന്നെ എല്ലാത്തിനും വേണം കറിവേപ്പില. പിന്നെ വാളംപുളി പിഴിഞ്ഞത്, പുളി പിഴിഞ്ഞത്. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു, എനിക്കറിയാത്തത്. പിന്നെ ഞാൻ ചോദിക്കില്ലേ? കടുക്, ഉലുവ, വെളിച്ചെണ്ണ, ഇത്രയാ വേണ്ടത്. ഉപ്പ്, പിന്നെ വെള്ളം. സ്റ്റൗ കത്തിക്കുക. വെള്ളം ആവശ്യത്തിന് വേണം, അത് പറയണോ? അല്ല, ചോദിക്കുക. നീ ഇപ്പൊ ഞാൻ ചപ്പാത്തി ഒന്നും കുഴക്കുന്നത് മോനെ ഇവിടെ വാന്ന് വിളിച്ചു. ചപ്പാത്തി ഇങ്ങനെയാണ് കുഴക്കാതെ കാണിച്ചത്. നീ എന്തൊക്കെ പറഞ്ഞു പിന്നെ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മ. അങ്ങനെ ഒന്നുമേ ഞാൻ സൊല്ലമ്മ. അല്ല അമ്മ ചെയ്തതല്ലേ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ കാണുന്നവന്റെ ഒക്കെ വിചാരം, അയ്യോ എന്തൊരു പാവം അമ്മേനെ കളിയാക്കി കൊല്ലിനെ, ഈ അമ്മേനെ എങ്ങനെ കളിയാക്കാൻ പാടില്ല മോനെ എന്ന് ഉപദേശം തരുന്ന ആ ചേച്ചിമാരോടും അമ്മമാരോടും ഫ്രണ്ട്സോടൊക്കെ പറയാണ്. ഇതിനെക്കാട്ടിലും കൂടുതലാണ് ഈ വീഡിയോ ഇല്ലാത്ത സമയത്ത് അമ്മ എന്നോട് ചെയ്യുന്നത്. മഹത്തായ ദ്രോഹം. യഥാർത്ഥത്തിൽ ഞാനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. അത്ര ക്രൂരമായിട്ടാണ് ആ മുഖഭാവമൊക്കെ. ആ കുഴയ്ക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഉണ്ടല്ലോ,
എന്താ ഏതോ ഒരു ശത്രുവിനെ ഇപ്പൊ കയ്യിൽ കിട്ട കൊല്ലുന്നുള്ള ഭാവമായിരുന്നു നമ്മുടെ മുഖത്ത്. എങ്ങനെ അതിന്റെ വിളിച്ചതിനാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഭയങ്കര കാണിച്ചതല്ലായി പോയി. അങ്ങനെയാണ് കേട്ടോ, ചപ്പാത്തി ഇന്നാലെ ചപ്പാത്തി നന്നാവുള്ളൂ, നല്ലോണം പൊള്ളച്ചൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞതല്ലേ. അമ്മ അങ്ങനെയല്ല പറഞ്ഞേ. ഇത്രയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം അതിലിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ചുടില്ലേ അപ്പളാടാ മോനെ ഓരോ ചപ്പാത്തിയുടെ രൂപത്തിൽ നല്ല രുചിയിൽ വരില്ലൂ എന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതിനാണ് നിങ്ങളിങ്ങനെ ആയതെന്ന്. അപ്പോൾ അതിലൊരു സത്യമുണ്ട്. എത്രത്തോളം ഞങ്ങളുടെയൊക്കെ അമ്മ ഇടിച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ടെന്നും കൂടി ഒരു തെളിവും കൂടി ഉണ്ട് ഇത്. ആ ഉണ്ട്. ഓ പിന്നെ എത്ര വികൃതി കാട്ടാത്ത ഏതെങ്കിലും കുട്ടികൾ ഈ ഭൂമിയിൽ ഉണ്ടാണാവോ? മനസ്സിലായില്ലേ? അപ്പോ കംപ്ലൈന്റ് കഴിഞ്ഞു. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ എന്താ ചെയ്യാനുള്ളത്? എണ്ണ ചൂടായ 2 മണി കടുക് ഉലുവയൊക്കെ ഇട്ട് കൊടുക്കും. എണ്ണ ഒന്ന് ചൂടാവണ വരെ ഞങ്ങൾ എണ്ണയിലേക്ക് നോക്കിയിരിക്കാം. എണ്ണയിലേക്ക് നോക്കട്ട, എണ്ണയിലേക്ക് നോക്കൊന്നും വേണ്ട, എണ്ണയിലേക്ക് നോക്കിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തിനാണ് ജീവിതത്തിൽ ഇത്രയും സന്ദർഭങ്ങൾ ഉള്ളപ്പോൾ ചിരിക്കാനും ചിന്തിക്കാനും. സത്യം പറഞ്ഞാൽ ചിരിച്ച ആരോഗ്യം കൂടുന്നുള്ളത് സത്യം തന്നെയാണ്. ചിരിച്ച സൗന്ദര്യം കൂടുന്നുള്ളതും സത്യമാണ്. കാരണം നമ്മൾ ഏത് നേരം ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്ത് നമ്മുടെ അറിയാതെ തന്നെ ഒരു സൗന്ദര്യമൊക്കെ വരും. അത് ആർക്കെങ്കിലും ഒരു സൗന്ദര്യം തന്നെ വന്ന പോലെ തോന്നും. അതുപോലെ കരയുക എന്ന് വെച്ചാൽ സങ്കടം ഒരുപാട് വരുമ്പോൾ അത് പിടിച്ച് നിർത്തരുത്. നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ അഴുക്ക് പോകുന്നു. കണ്ണൊന്ന് ക്ലിയർ ആവും. ഐ വാഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണൊന്ന് കഴുകിത്തരും, കണ്ണ് മൊത്തം കരടാണ് പറയേണ്ട ആവശ്യമില്ല. കരഞ്ഞിട്ട് പോവും. ഹൃദയ ശുദ്ധിയാവും. മനസ്സിൻ്റെ ഭാരം കുറയും. മനസ്സിലായില്ലേ? ഹൃദയം നന്നായിട്ടൊന്ന് ശുദ്ധിയാവും. നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിട്ടുള്ള ആ ദുഃഖം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കരയണേരും ഉണ്ട് ചിരിക്കുന്നേരും ഉണ്ട്. മനസ്സിലായില്ലേ? പ്ലസ് ആൻഡ് മൈനസ് ആണെങ്കിലും രണ്ടിലും ഗുണം. രണ്ടും അടക്കി വെക്കരുത്. മനസ്സിലായില്ലേ? ആ ഇപ്പോഴല്ല, സത്യമാണ്. രണ്ടും അടക്കി വെക്കരുതമ്മ. ആ ഉലുവ എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ. നമുക്ക് അലുവ ഉണ്ടാക്കാറിയാമ്മ? അങ്ങനെയല്ലമ്മ, കോഴിക്കോടൻ അലുവ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അല്ലാണ്ട് അലുവയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഉണ്ടാക്കും. ഈ കോഴിക്കോടൻ അലുവ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അതെന്തിനായി ചെറിയ ഉള്ളി ചതയ്ക്കുന്നത്? വലിയ ഉള്ളി ചതയ്ക്കാൻ എളുപ്പമല്ലേ? അമ്മ ഈ സബോള എന്നുള്ള വേർഡ് ശരിക്കും പറഞ്ഞാൽ അല്ല, അത് മലയാളമാണോ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ല, വലിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി. ഈ സബോള ആര് കണ്ടുപിടിച്ചു? അച്ഛൻ കണ്ടുപിടിച്ചാണോ? അല്ല, ഇത് ഇന്നും ഇന്നലെയും കണ്ടുപിടിച്ചല്ല, കുറെ വർഷങ്ങളായി. എന്നാലും ഒരു പ്രത്യേക പേര് കണ്ടുപിടിച്ചായിരുന്നു, സബോള. മലയാളത്തിൽ ഒരു ബന്ധമില്ലാത്തൊരു പേരല്ലേ സബോള എന്നുള്ളത്? ഇപ്പൊ എനിക്കറിയാം, അമ്മയ്ക്ക് തന്നെ അറിയില്ലെങ്കിൽ. ഞങ്ങളെ ഓരോന്ന് പഠിപ്പിച്ചാൽ അമ്മയ്ക്ക് തന്നെ ചിലത് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? ഇട്ടു. അപ്പോൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ മുളക് എത്ര നമുക്ക് ആവശ്യം എരിവിന് അങ്ങനെ. അല്ലാണ്ട് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ വെക്കുന്നത്ര അല്ലല്ലോ അവർ വെക്കുക. അപ്പോൾ അവരുടെ എരിവിനനുസരിച്ച് അവർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അല്ലേ? അല്ലേ? ആണ്. അതെന്തിനാ ദിവസം പറയണത്? അത് അവർക്കറിയാമല്ലോ. അമ്മ കാണിച്ച പോലെ തന്നെ മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ അമ്മ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനിത്ര രുചി ഉണ്ടാവില്ല. അപ്പം അവൻ്റെ രീതിയിൽ കുറച്ച് ചെയ്താലും പൂർണ്ണ രുചി വരില്ലോ എന്ന് അവർക്ക് അറിയില്ലേ? അത് ദിവസം പറഞ്ഞു കൊടുക്കും. അപ്പം അമ്മ കേൾക്കും. അപ്പൊ പറയണൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ചോദിക്കേണ്ടി വരുമല്ലോ, അതെന്തിനാ? ഇതെന്താ അറിയാം, ഞാൻ ഈ മുളക് അരച്ചിടുന്നതെന്ന് അറിയില്ല. ഏതിനും നമ്മൾ അരച്ചിടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അത് എൻ്റെ വീട്ടിൽ എന്നും ഈ മുളക് അരക്കില്ല, കൂടുതൽ ഈ പൊടി ഉപയോഗിക്കില്ല. അപ്പം ഞാൻ പക്ഷെ ധൃതിക്കൊക്കെ പൊടി തന്നെ ഇടുക. പക്ഷെ ഈ മീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലതൊക്കെ വെക്കുമ്പോൾ മുളക് അരച്ചിട്ടുണ്ട്. നല്ലതാണമ്മ, അരച്ചിട്ട് നല്ലതാണ്. നല്ലത് അതിൻ്റെ ഒരു മസാലയുടെ ഒരു ശരിക്കുള്ളൊരു ഗുണം കിട്ടും, ഒരു ടേസ്റ്റ്. അപ്പം ഒരുപാട് ഒന്നും ചെയ്യണ്ട.
ആദ്യം നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അധികം ആവശ്യമില്ല. പിന്നെ ഈ പുളിവെള്ളം ആവശ്യത്തിന്, ആവശ്യത്തിനുള്ളത് ഒഴിച്ച് പുളിവെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിൽ ഇത്തിരി ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സംസാരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ ഇട്ടുമെന്ന് അറിയില്ല മകനെ. അതിന് ഇത് ചെയ്യുന്ന സമയത്ത് മാത്രം നിൻ്റെ വായ നീ കുറച്ച് നേരത്തിന് ഒന്ന് ചുപ്പ് അല്ലേ. വേവാനുള്ള ഇത് ഓക്കെ. മീനൊക്കെ ഒന്ന് വേവണ്ടേ, അപ്പം അതിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കണ്ടു. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതുവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് അടച്ചു വെച്ചോളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് ഓർത്ത് ചിരിക്കാനും അതുകൊണ്ട് ഒരുപാട് ചിന്തിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ അപ്പം അമ്മേൻ്റെ അടുത്തൊരു കഥ പറഞ്ഞുതരാം. ചെറിയൊരു കഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്, അല്ല വെറുതെ ഒരു കഥയല്ല. അപ്പോൾ കേട്ട് നോക്കൂ. ഈ കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും വയസ്സായിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കിടപ്പിലാണ്. അങ്ങനെയുള്ളൊരു വീട്. അങ്ങനെയുള്ളൊരു വീട്ടിൽ മക്കളൊക്കെ അകലെയാണ്. അപ്പോൾ അത്യാവശ്യം സാമ്പത്തികം കുറച്ച് കുറഞ്ഞൊരു മകനും ഭാര്യയും കുടുംബമാണ് ആ വീട്ടിലുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം വലിയ സമ്പന്നരാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും നോക്കണതൊക്കെ ആ മകനും ഭാര്യയും മക്കളൊക്കെയാണ്. പഠിക്കാൻ വീട്ടിലുള്ള മകനും ഭാര്യയും അവരാണ് ഇത്തിരി ആ കുടുംബത്തിൽ ഇത്തിരി സാമ്പത്തികമായി കുറഞ്ഞ ആൾക്കാർ. അപ്പോൾ ഈ അച്ഛനും അമ്മേനെയൊക്കെ നോക്കണ ചുമതലയൊക്കെ അവർ കാണും. അപ്പോൾ ഓരോരുത്തർ എപ്പോഴെങ്കിലും ഇടയ്ക്ക് വിരുന്നുകാർ വരുമ്പോൾ വരും. ഒരു മകൻ കുറച്ച് അടുത്താണ്, അത് ദിവസം വരും പോവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ജോലിയും പ്രശസ്തിയും പ്രൗഢിയൊക്കെ ഉള്ള മക്കൾ വരുന്നൊരു വരവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 മക്കൾ വരും, പെൺമക്കൾ. ആര്? 2 പെൺമക്കൾ 3 മാസത്തിന് ഒരു പ്രാവശ്യം വരും. വരുന്ന സമയത്ത് അച്ഛനമ്മേനെ കാണാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് ഇവർ തിന്നാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ? ബ്രെഡ്, റസ്ക്. ഈ റസ്കൊക്കെ എവിടുന്നാണ് സെലക്ട് ചെയ്യുന്ന ഒരു പിടിയില്ലാത്ത റസ്ക്കാണ് അത്ര. ഈ റസ്ക് പറഞ്ഞ എടുത്തിട്ട് വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ഇട്ട് കൊടുത്താൽ പട്ടിയുടെ പല്ല് പോകും. ബ്രെഡാണെങ്കിൽ ഒരു ബ്രെഡ്, ഒരു റസ്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർ കടക്കപ്പായത് കിടക്കേണ്ട ഒരു അമ്മ, അച്ഛനവിടെ ആരോഗ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വയസ്സുകാലത്ത് എന്തൊക്കെ തിന്നാൻ തോന്നുന്നുണ്ടാവും. അവർക്ക് ലഡ്ഡു തിന്നാൻ തോന്നുന്നുണ്ടാവും, ജിലേബി തിന്നാൻ തോന്നും, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നവൻ്റെ മീനോ ഇറച്ചിയോ കറിയോ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്ത് കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോലെ ഒരു ബ്രെഡും ഒരു റസ്കും കൊണ്ടാണ് എല്ലാ കാലവും വരിക. ഇത് 1-2 മാസമായിട്ട് തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഇതുകൊണ്ട് തന്നെ വരിക. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അത് മേടിച്ച് വെക്കും. മക്കളെ കൊണ്ടുവന്നല്ലേ, ഇതെങ്ങനെയാണ് വേണ്ടാന്ന് പറയാൻ വന്നിട്ട് മേടിച്ച് വെക്കും. മേടിച്ച് വെച്ച സാധനം 2 ദിവസം കഴിഞ്ഞ് ഇവർ പട്ടിക്ക് ഇട്ട് കൊടുക്കും. ബ്രെഡ് എങ്ങനെയോ പട്ടി തിന്നും, പക്ഷെ റസ്ക് തിന്നാൻ പറ്റില്ല, പട്ടിയുടെ പല്ല് പോകും. അപ്പോൾ റസ്ക് എടുത്തിട്ട് ഒരൊറ്റ തുപ്പുക, വീട്ടിലെ പട്ടിക്ക് ഇടയ്ക്ക് അത് വേണ്ട. അപ്പോൾ ആ വീട്ടിൽ പണിക്ക് നിൽക്കണ ഇങ്ങനെ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുക്കുന്ന സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ബ്രെഡും റസ്ക്കും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്? അതൊന്നും ഇവർ തിന്നില്ല, അത് എടുത്ത് നേരെ അങ്ങനെ പട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കാര്യമില്ല പറയുമ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഇവൻ്റെ അച്ഛനമ്മയും നോക്കാൻ നിൽക്കുന്ന ഒരു കുടുംബമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ ഉത്തരം എന്താ പറഞ്ഞാൽ, വേറെ നല്ല സാധനമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ആ മക്കളും ഭാര്യയും തിന്നുന്നു. അപ്പോൾ ഈ ബ്രെഡും റസ്ക് ആണെങ്കിൽ വയ്യാത്ത ആൾക്കാർക്ക് തിന്നാൻ പറ്റിയ സാധനം അതല്ലേ ബ്രെഡും റസ്ക്കും. അത് തിന്നോട്ട് അല്ലാത്ത പലഹാരങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പക്കപ്പോൾ ആ വീട്ടിലുള്ള ആങ്ങളെയോ ചേട്ടനോ ഭാര്യ അതിൻ്റെ മക്കളൊക്കെ തിന്നു കഴിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, എത്ര നന്ദിയുണ്ട് ആ നോക്കണ ആൾക്കാരോട്, എത്ര സ്നേഹമുണ്ട് ആ കടക്കപ്പായൽ കിടക്കുന്ന അച്ഛനും അമ്മയോടൊന്നും ആലോചിച്ച് നോക്കണം. അതിൽ കുറച്ച് ചിരിക്കാനുണ്ടോ? ആ അച്ഛൻ അത് പോയതിന് ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് പറയും അത്ര, എന്താ ചെയ്യുക, എൻ്റെ ഭാര്യയെ കിടപ്പലായിട്ടുള്ളൂ, എൻ്റെ പല്ലും പോയിട്ടില്ല, എനിക്ക് തിന്നാനും പറ്റും എന്ന് വരുമ്പോൾ എൻ്റെ മക്കൾ കൊണ്ടുവരും ഒരു റസ്ക്കും ഒരു ബ്രെഡും. വേണ്ടാന്ന് എങ്ങനെ പറയാ? കൊണ്ടുവരുമ്പോൾ തന്നെ അവന് മുമ്പത്തെടുത്ത് വലിച്ചു കളയാൻ പറ്റുമോ? ഇല്ല. അത് എടുത്ത് വെക്കുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ നായ്ക്കും പട്ടിക്കും ഇവർ വന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛനമ്മനെ നോക്കണ ആ ഒരു കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കളും ഭാര്യയും തിന്നുന്ന. അപ്പോൾ എന്തോരാണ് ഒരു കുടുംബത്തിന് പരസ്പരം സ്നേഹം എന്ന് മനസ്സിലാക്കി നോക്കൂ. അവിടെ ശരിക്കും ചിരിക്കാനും ഇല്ലേ, ചിന്തിക്കാനും ഇല്ലേ? ഇത് തൂക്കിപ്പിടിച്ച് വരേണ്ട വല്ല ആവശ്യം അവർക്കുണ്ടോ? അവർ വന്നു പോയത് പട്ടിക്ക് ഇട്ട് കൊടുക്കണം, അച്ഛൻ എന്ത് ചിരിച്ചിട്ടായിരിക്കും ഇട്ട് കൊടുക്കണം എൻ്റെ മക്കളുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ താങ്ങി പിടിച്ച് ഇത്രയും ദൂരം വരേണ്ട ആവശ്യം അവർക്കുണ്ടോ? അപ്പോൾ ചിന്തിക്കാനുള്ളത് എവിടെയാണ്? ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സഹോദരനോ സഹോദരൻ്റെ ഭാര്യയോ മക്കളോ അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണല്ലോ, അവരിതൊക്കെ വാരിക്കോരി തിന്നാലോ എന്നുള്ള എന്ത് വലിയ സ്നേഹമാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ
ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവേണ്ടത്? ആരെ ബോധിപ്പിക്കാനാണ് വരുന്നത്? എന്താ ഇതുകൊണ്ടൊരു ഗുണം? അപ്പോൾ ഇത് വ്യവഹാരമായോ? ആ, എന്താ ഇതുകൊണ്ടൊരു ഗുണം? അതേപോലെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനിയൊരു വീട്ടിൻ്റെ കഥ. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വയസ്സായ ആൾക്കാരുടെ ചിലൊരു സ്വഭാവം ഉണ്ട്, നമുക്കറിയോ, എത്ര തിന്നാലും മതിയാവില്ല എന്ന് വെച്ചാൽ അവർ മരണത്തോട് അടക്കുകയോ അല്ലെങ്കിൽ അവർ സമയം അടുക്കണ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾ പല കാരണന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. വേണമെങ്കിൽ ഒരു കൊല പഴമൊക്കെ കൊടുത്ത് അങ്ങനെ തന്നെ കഴിക്കും. അതെന്താന്ന് പറഞ്ഞാൽ ആ ജീവിത അവസാനമാവണ സമയത്ത് ശരിക്കും ശാസ്ത്രം പറയണത് അങ്ങനെയാണ്, എന്തൊക്കെയോ അവർക്ക് കഴിക്കാനുണ്ടെന്നോ എന്തൊക്കെയോ അവർക്ക് ചെയ്യുക, അതൊക്കെ അവരങ്ങോട്ട് തീർത്ത് പോവുകയാണെന്നാണ് പറയണത്, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇവരിങ്ങനെ കിടപ്പിലാണ് ഇവരും. അപ്പോൾ ഇവരെന്നും ആ മകനോട്, വീട്ടിലുള്ള മകനോട് പറയും എനിക്ക് ഇന്നത് തിന്നണം, അന്നത് വേണം, ഇന്നത് വേണം പറയുമ്പോൾ ഒന്നും കൊടുക്കില്ല. കാരണം എന്താ അറിയോ? അതൊന്നും വേണ്ട, കഞ്ഞി കൊടുത്താൽ മതി. ആ കഞ്ഞി കൊടുത്തു പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റത് കൊടുത്ത ദഹനക്കേടാവും, വേറെ എന്തെങ്കിലും ആവും, വയറ്റിൽ നിന്ന് പോവും, അങ്ങനെ എങ്ങനെ വന്നിട്ട് ഈ അമ്മയ്ക്ക് ഒന്നും കൊടുക്കില്ല കേട്ടോ. ആ കഞ്ഞി ഇതും അല്ലാണ്ട് അമ്മ വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വല്ല ബന്ധുക്കൾ വന്നിട്ട് എന്തെങ്കിലും കൊടുത്താൽ അവർ കഴിച്ചുകൊണ്ടേ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് കഴിക്കണത് അറിയില്ല, അതാണ് സത്യം. ഇളക്കണോ? അപ്പം കഴിക്കണത് അവർ അറിയില്ല, അതുകൊണ്ട് അവർ കഴിക്കുകയാണ്. പക്ഷെ ഇത്രയും സമ്പന്നനായ ഒരു മകൻ അവിടെ ഉണ്ട്. ആ മകൻ ഒരു ദിവസം അടക്കം ഈ അമ്മ ആഗ്രഹിച്ച ഒരു സാധനം കൊണ്ടു കൊടുത്തിട്ടില്ല. അങ്ങനെ അവസാന കാലാവാറാവുമ്പോൾ ഈ അമ്മ ലഡ്ഡു വേണമെന്ന് പറഞ്ഞു. ഏത് ലഡ്ഡു? അപ്പം എന്ത് ചെയ്തു ഈ മകൻ? പിന്നെ ലഡ്ഡു കഴിക്കാൻ പറ്റിയൊരു സമയം, ബെഡ് സോറ് വന്നിട്ടുണ്ട്, സംസാരിക്കേണ്ടി വരും. അപ്പോൾ ബെഡ് സോറ് വന്നിട്ടുണ്ട്, ഷുഗർ അതാവും. അപ്പോൾ ഒരു പൊട്ട് ലഡ്ഡു എന്താ അറിയുക, ഇനി എത്ര കാലം ജീവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആകെ അസ്ഥി കൂടം പോലെ ആയിട്ടുണ്ട്. ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്നും കൂടി അറിയില്ല. ഈ മകൻ അത് കൊണ്ടുവന്ന് കൊടുത്തില്ല. പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ വളരെ സീരിയസ് ആയി. എന്ന് വെച്ചാൽ തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങാണ്ടായി, കണ്ണ് മാത്രം വെളിയുണ്ട്. അപ്പോൾ മൊത്തം കുടുംബക്കാർ അവിടെ എത്തി, ഓടി വന്നു. ഇതുവരെ വരാത്ത കുടുംബക്കാർ മുഴുവൻ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, എക്സ്പ്രസ് തീവണ്ടിക്ക് ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വരില്ലേ, അതുപോലെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ആ വീട്ടിനുള്ളിലേക്ക് കയറി വന്ന മക്കളെ കണ്ടിട്ട് ആൾക്കാർ ഞെട്ടി, ഇത്രയും മക്കളുണ്ടോ പറഞ്ഞിട്ട്. കാരണം ഒരു ലഡ്ഡു അടക്കം അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മകൻ ഒരു പൊതി നിറച്ച് ലഡ്ഡുമായിട്ട് വന്നു. ഒരു പൊതി നിറച്ച് ലഡ്ഡുമായിട്ട് വരുമ്പോൾ ആ ലഡ്ഡു ആ മകൻ്റെ ഒരു സഹോദരി എന്ന് വെച്ചാൽ ഈ അമ്മ തന്നെ വേറൊരു മകള് ആ ലഡ്ഡു എടുത്തിട്ട് തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങാണ്ട് കിടക്കണേ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ചുണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ട്, അമ്മ കഴിക്കമ്മ, അമ്മ ഏട്ടൻ കൊണ്ടുവന്ന ലഡ്ഡു വേണമ്മ കഴിക്കമ്മ. അപ്പം അമ്മയുടെ കണ്ണിങ്ങനെ ഉരുട്ടിയിട്ട് പറയാത്രേ, ഒരൊറ്റ ചവിട്ട് കൊടുത്ത് നിന്റെ ഏട്ടനെയും കൊല്ലാൻ തോന്നുന്നുണ്ട്. കാരണം കണ്ണും കൊണ്ട് പറയാൻ ഉരുട്ടാണ് ഇങ്ങനെ കണ്ണ്. എന്താ ഈ അമ്മ അങ്ങനെ കണ്ണുരുട്ടുന്നത്? അമ്മയ്ക്ക് ഒരുപാട് കൊതിയ കൊണ്ട് പോകണം, എങ്ങനെയപ്പോൾ കൊടുക്കുകയെന്ന്. അങ്ങനെ മറ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ചത്തേനെ. അപ്പോൾ അത് കണ്ണുരുട്ടുന്നത് വേറെ ഒന്നുമല്ല, ഞാനത് ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ ഒരു കഷ്ണം തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഇന്ന് തൊണ്ടയിൽ വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് കഴിക്കമ്മ ലഡ്ഡു എന്ന് പറയണതിൻ്റെ ഒപ്പം ഇത് ഇന്ന ഏട്ടൻ കൊണ്ടുവന്ന ലഡ്ഡു എന്നും കൂടി പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഈ ഏട്ടനോട് അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മോനെ ഒരു ലഡ്ഡു തിന്നാൻ തോന്നുന്നുണ്ടെന്ന്. ആ അമ്മ തൊണ്ടയിൽ ഗംഗാജലം ഇറക്കി കൊടുക്കുന്ന സമയമില്ലേ, എല്ലാ മക്കളും വന്നിട്ട് തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ, അമ്മ യാത്രയാകുമ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് വന്നിട്ട് ആ സമയത്ത് വന്നിട്ട് നമ്മുടെ വായൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മൂക്കിൽ അമ്മ ഇങ്ങനെ മണക്കുന്നുണ്ട്, പക്ഷെ വായയിൽ അമ്മയ്ക്ക് ഇറക്കാൻ പറ്റുന്നില്ല. ഇതിലിപ്പോ നമുക്ക് ഈ നാളികേരപ്പാൽ വെച്ചിട്ട് ഒന്നിങ്ങനെ തള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം, രണ്ടെണ്ണം. ഇത് പച്ചമുളക് കറിവേപ്പിലൊക്കെ നമ്മൾ ആവശ്യത്തിന് അപ്പോൾ ഇതിനൊരു തളയുന്നത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു കറിയായില്ലേ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തള കയറിയത് നമുക്ക്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, ആ ലഡ്ഡു തിന്നെ ആഗ്രഹിക്കുമ്പോൾ കൊടുക്കാത്ത ലഡ്ഡു പിന്നെ അമ്മയുടെ ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. അമ്മ അങ്ങനെ കണ്ണുരുട്ടുമ്പോൾ ഈ മകള് പറയണം, ഏട്ടൻ മേടിച്ച ലഡ്ഡു എന്ന് പറയുമ്പോഴേ അമ്മ സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണനങ്ങനെ അരക്കം കണ്ടില്ലെന്ന്. കാരണം ആ കണ്ണുകൊണ്ട് അമ്മ പറഞ്ഞിട്ടില്ല, എന്താ അറിയോ, എനിക്ക് തല്ലാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് ചവിട്ടാൻ പറ്റിയിരുന്നെങ്കിൽ, വായ കൊണ്ട് ഒരു തെരയെങ്കിലും മക്കളെ നിങ്ങളെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ആ പൊടി ലഡ്ഡും കൂടി അമ്മയ്ക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ അമ്മ ലഡ്ഡു തിന്നു വന്നിട്ട് ഈ മകൾ ഇങ്ങനെ വായിലിട്ടും കൊണ്ടേ ഉണ്ട്. മകൻ വന്നിട്ട് കണ്ണീരെന്ന് അരച്ചെടുത്ത കുറച്ച് അപ്പുറത്ത് മാറി ഇങ്ങനെ നിന്നിട്ട്, കഴിച്ചടി അമ്മ ലഡ്ഡു എന്ന്. ഏത് ഈ മകനടുത്ത് കെഞ്ചിണ്ട്, ആ മകനെ ഒരു ലഡ്ഡു കൊണ്ടുപോകാന്ന്. അമ്മയ്ക്ക് ബെഡ് സോറ് വരും, അമ്മയ്ക്ക് ഷുഗർ കൂടുമ്പോൾ കൊടുത്തില്ല. ആ മരിക്കുന്ന നമ്മുടെ അവസാനത്തെ ഇതും കൂടി തീർക്കാണ്ട് മകൻ ലഡ്ഡു കൊണ്ടെന്ന് വെച്ചു. ഇതാണ് ലോകം. ഇവിടെ ചിരിക്കാനുണ്ടോ ചിന്തിക്കാനുണ്ടോ? അതന്നെ പറയണത്. ഇതായി ഇതിന്
ഇനി നമുക്ക് ഇറക്കിയിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എൻ്റെ പണി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി മീൻ വറുക്കലാണ്. അപ്പം അതിനൊരു ചട്ടി നമുക്ക് വയ്ക്കാം. അത് ചൂടാവട്ടെ. വെള്ളം കുടിക്കും. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ കുടിച്ചോളൂ. വിത്ത് മൈ പെർമിഷൻ കുടിച്ചോളൂ. എന്താ എൻ്റെ പെർമിഷൻ വെച്ചിട്ടൊക്കെയാണ് അമ്മ വെള്ളം കുടിക്കുന്നത്. ആൾക്കാർ കണ്ടാൽ വിചാരിക്കും ഈ വീട്ടിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ദുഷ്ടൻ്റെ പെർമിഷൻ വേണമെന്ന്. മൈ ഗോഡ്, അമ്മ അങ്ങനെയൊന്നും പറയരുതിട്ടമ്മ. അപ്പോൾ ആ തമാശ അമ്മ കണ്ടോ? ഇനി വേറൊരു തമാശയും കൂടി പറഞ്ഞുതരാം. എല്ലാ തമാശയിലും ഈ വയസ്സായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. കാരണം മക്കളൊക്കെ വയ്യാണ്ട് കിടക്കുമ്പോൾ എന്തായാലും തന്തയും നല്ല അവസാനമായിട്ട് ഇനി അത്രയും ഒരു മകൻ ഇനി ലോകത്ത് കിട്ടാത്തൊരു സാധനം ചോദിച്ചാലും അമ്മ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിച്ച് വന്ന വഴികളില്ലേ, അവിടെ കണ്ടുമുട്ടിയ കുറെ മുഖങ്ങളില്ലേ, അവിടെ കണ്ടുമുട്ടിയ കുറെ ബന്ധങ്ങളില്ലേ. ആൾക്കാരറിഞ്ഞ ഒന്നും പറയാൻ പറ്റില്ല എന്നെ. കാരണം എന്താ അറിയോ, അവരും കൂടി പശ്ചാത്തലപ്പിക്കും ഇത് കേട്ടിട്ട്. അയ്യോ ഞാനാണല്ലോ ഇത് ചെയ്ത് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ ചെയ്താലും ഞാൻ പറയും, എന്തിന് ഞാൻ ചെയ്താലും പറയും. ഞാൻ എങ്ങനെ ഒരു കാര്യം ചെയ്തു ഞാൻ പറയും. അതിൽ ഒരു അപമാനവും ഇല്ല. കാരണം നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മൾ മഹാന്മാരായി. അങ്ങനെയല്ല മഹാത്മാഗാന്ധി അടക്കമുണ്ടായത്. മഹാത്മാഗാന്ധി ചെയ്ത എല്ലാ തെറ്റുകളും ഒരു പുസ്തകത്തിൽ എഴുതിയില്ലേ? അതുകൊണ്ട് മഹാനായി. ഇപ്പം എന്താ അറിയോ, ഞാൻ പണ്ട് ഇന്ന തെറ്റ് ചെയ്തെന്ന് ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മഹാനായി എന്നർത്ഥം. ഞാൻ ചെയ്ത തെറ്റൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ മഹാദുഷ്ടനായി എന്നാണ് അർത്ഥം. അപ്പോൾ വേറെ ആ കഥ അങ്ങനെ അവസാനിച്ചോ? അവസാനം അമ്മേനെ കൊണ്ടുപോയി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. ആ ലഡ്ഡു അവിടെ ബാക്കിയുള്ളവരൊക്കെ കൂടി തിന്നു. അമ്മയുടെ ഓർമ്മയിൽ ഒരു ലഡ്ഡും കൂടി പിന്നെ കൊണ്ടുപോയി വെച്ചില്ലേ. അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ അവിടെ എന്താ വെക്കണത്? ആ നമ്പൂതിരി വരണൊരു ഉണ്ട. ആ ഉണ്ടത് മനസ്സിലായി. ഇത് മീൻകാരൻ മുറിച്ചാണോ അംബുജാക്ഷമ്മ മുറിച്ചാണോ? അത് കണ്ടറിയുന്നത്. ശ്രീലങ്കയുടെ മാപ്പ്, പിന്നെ ഏതാണ് വെസ്റ്റ് ഇൻഡീസിന്റെ മാപ്പ്, സൗത്ത് ആഫ്രിക്കയുടെ മാപ്പ്. അത് എല്ലാത്തിനും മാപ്പ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അമ്മ കേൾക്കൂ, ഇത് വർക്കിന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥയും കൂടി പറഞ്ഞുതരാം. അത് എൻ്റെ കൂട്ടുകാരൻ്റെ കഥ. തന്തപ്പടി ഒരുപാട് സ്വത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്തപ്പടി വെച്ച് ഫാദർ അവരൊക്കെ തന്തപ്പടിയെന്നാണ് വിളിക്കുക. തന്തപ്പടി അവൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ അവർ വിളിക്കുന്ന തന്തപ്പടി. അവരവൻ്റെ അച്ഛനെ അവർ സ്നേഹം കൊണ്ട് തന്തപ്പടി എന്നാണ് വിളിക്കുക. അപ്പോൾ അവർ ഈ അച്ഛൻ മരിക്കാൻ കിടന്നു. അപ്പോൾ അച്ഛൻ ചെയ്ത ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ കുറേ സ്വത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്വത്തൊന്നും അച്ഛൻ പങ്കിട്ട് കൊടുത്തില്ല. പങ്കിട്ട് കൊടുക്കാത്തത് കൊണ്ട് അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ ടെൻഷൻ. മക്കൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അച്ഛനൊന്നും സംഭവിക്കരുത്, എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാം. അവൻ്റെ അല്ല അച്ഛൻ്റെ പൈസൻ്റെ ഇഷ്ടം പോലെ അവൻ്റെ പൈസ ചിലവാക്കാൻ നല്ല പറഞ്ഞത്. എത്ര പൈസ ആയാലും കുഴപ്പമില്ല, ഇവിടുന്ന് എവിടേക്ക് കൊണ്ടുവരണം, വിദേശത്ത് കൊണ്ടുവരണം, ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ പേടിച്ച് പഠിക്കാൻ എന്ത് സ്നേഹമുള്ള മക്കളാണ് പറഞ്ഞിട്ട് അച്ഛനൊന്ന് സംസാരിച്ചേ പറ്റുമെന്ന്. അങ്ങനെ അച്ഛൻ ഐസിയുവിൽ കൊണ്ടുപോയി. ഐസിയുവിൽ നിന്ന് പുറത്തു വന്നു, വാർഡിലേക്ക് മാറ്റി. ഡോക്ടർമാർ പറഞ്ഞു ഒരു ഗ്യാരണ്ടി ഇല്ല, ആളുടെ ഉള്ളിലുള്ളതെല്ലാം പോരക്കണം, ഒന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ള വരെ ഉണ്ടാവും, ഉള്ള സമയം കുറച്ച് എന്തെങ്കിലും സ്നേഹമൊക്കെ കൊടുത്തോളൂ. ഇത്രന്നെ ഉള്ളു പറയുമ്പോൾ എല്ലാ മക്കളും വരിവരിയായിട്ട്, എന്തോരം മക്കളറിയോ, 8-10 മക്കളുണ്ട്. എല്ലാവരും വരിയായിട്ട് നിന്നു. അപ്പോൾ അച്ഛൻ മക്കളെ എല്ലാവരും ഉണ്ടോ ഇങ്ങോട്ട് വരുമെന്ന് വിളിച്ചു. അപ്പോൾ എല്ലാ മക്കളും അടുത്ത് പോയപ്പോൾ എന്താ അച്ഛായ വെച്ചു. എല്ലാവരും എന്നെ നെഞ്ഞത്തൊന്ന് കൈവെക്കു പറഞ്ഞു. എന്ത് എൻ്റെ അച്ഛനാണെന്ന് ആലോചിച്ച് നോക്കണേ, തമാശയല്ല. എന്നെ നെഞ്ഞത്തൊന്ന് കൈവെക്കുമെന്ന്. മക്കളെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ആമക്കളുടെയും പെൺമക്കളുടെയും മേലെ എന്ത് വേണം അതൊക്കെ എന്നോ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളാരും പേടിക്കേണ്ട, സ്വത്തിന് വേണ്ടിയിട്ടൊന്നും ആരും തല്ലുകൂടേണ്ടി വരില്ല. അച്ഛൻ മരിക്കാൻ പോണ സമയത്ത് അച്ഛൻ ആകേണ്ടൊരു സന്തോഷം അതാണെന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ അമ്മ. പിന്നെ ആ ഹോസ്പിറ്റലിൽ ഒറ്റ മക്കളെ നിന്നിട്ടില്ല. കാരണം അത് കിട്ടേണ്ടത് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായത് ഒരു ഹോം നഴ്സ് മാത്രം. അമ്മ ആലോചിച്ച് നോക്ക്. ആ അച്ഛൻ കുറച്ച് കാലം കൊണ്ട് ജീവിച്ചു. അച്ഛൻ്റെ ഒരു കഷ്ടകാലം പിന്നെ അമ്മ ആലോചിച്ച് നോക്ക്. അത്ര നേരം എൻ്റെ അച്ഛനെ എമ്മൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്ന വാശി പിടിച്ചു വരുന്ന മക്കളാണ്. ഇവിടെ ചിരിക്കാനുണ്ടോ ചിന്തിക്കാനുണ്ടോ? ചിന്തിക്കാനുണ്ട്, ചിരിക്കാനുമുണ്ട്. ഓർത്ത് ചിരിക്കുക നമുക്ക്, ഇരുന്ന് ചിന്തിക്കുക അവർക്ക്. ലഡ്ഡു തിന്നാൻ വേണ്ടി കാത്തിരുന്ന നമ്മുടെ വായന്ന് തൊണ്ടയിൽ വെള്ളം ഇറങ്ങാണ്ടിരിക്കുമ്പോൾ ലഡ്ഡു കൊണ്ടുപോയി കൊടുത്തവർ. സ്വത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് എവിടേക്ക് വേണമെങ്കിലും കൊണ്ട് ചികിത്സ നെഞ്ഞത്തരിച്ച് കയറേണ്ട മക്കൾ. സ്വത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പരിസരം വിട്ട് ഓടിപ്പോയി ഹോം നഴ്സിനെ മാത്രം ആക്കിയിട്ട് പോയ മക്കൾ. ഇവിടേക്ക് എത്ര വലിയ സങ്കടം നമ്മൾ കണ്ടു. ആ സങ്കടം ഒരു കോമളത്തരായെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാനോട് എല്ലാ അച്ഛനമ്മമാരും മക്കൾ എങ്ങനെയാണെന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് കാണിക്കുന്ന സ്നേഹം നാളെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ എന്നും പറയണ പോലെ
അച്ഛനും അമ്മമാരൊക്കെ ആരോഗ്യമായിട്ടുള്ളപ്പോൾ നല്ല വയസ്സ് വരെ ജീവിച്ച് നല്ല വയസ്സ് വരെ ആരോഗ്യമായിട്ട് ഉണ്ടായിട്ട് ഇരിക്കുന്ന ഇരിക്കലും കിടക്കുന്ന കിടപ്പലും പോണേ ഭഗവാനെ എന്നൊരാഗ്രഹം ഉണ്ടാവണം എല്ലാവർക്കും. കാരണം എന്താ പറയുക, ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവരുത്. എന്നെ നോക്കിയിട്ട് സത്യം എന്ന് പറഞ്ഞു എൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ സത്യം എന്ന് പറഞ്ഞാൽ ഏതോ മഹാക്രൂരനെ നോക്കുമ്പോൾ നോക്കണു. അപ്പോൾ ദയവ് ചെയ്തിട്ട് സങ്കടം വരാൻ വേണ്ടി ആകാശദൂത്ത് സിനിമയും കാണണ്ട. അതേപോലെ ചിരിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് എവിടെയും പോയിട്ട് കൈ മുകളിലേക്ക് പോയിട്ട് തുള്ളി ചാടിയിട്ട് നിങ്ങൾ ചിരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ഓർഗൻസ് എന്തെങ്കിലും ഇളകിയിട്ട് കിഡ്നി ഇരിക്കുന്ന സ്ഥലത്ത് ലിവർ ഇരിക്കുന്ന സ്ഥലത്ത് കിഡ്നിയും വരുന്നല്ലാണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആരോഗ്യം സംഭവിക്കാൻ പോകുന്നില്ല. കറിയാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ട് നിങ്ങൾക്ക് അറിയാൻ വല്ല മടിയാണെങ്കിൽ ആൾക്കാരൊന്നും പുറത്ത് വാതിലടച്ച് കരഞ്ഞോടും. കണ്ണും വൃത്തിയാവും, ഹൃദയം ശുദ്ധിയാവും, ഹൃദയഭാരം കുറയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്തിനാണ് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതേപോലെ പെൺകുട്ടികളാണ് കൂടുതൽ മാരേജ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ദയവ് ചെയ്ത് ഏറ്റവും നല്ല മാരേജ് ക്ലാസ് നടക്കാൻ യോഗ്യരായത് എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്. അവർ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളൊരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അവരെക്കാളിലും വലിയ മാരേജ് ലൈഫിനെ പറ്റി പറഞ്ഞു തരാനുള്ള ഏത് ടീച്ചറാണ് ലോകത്തുള്ളത്? അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛമ്മയും അമ്മമ്മയും ഉണ്ടെങ്കിൽ അതിനേക്കാളിലും വലിയ ടീച്ചർ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ അടിപിടി കൂടുന്ന ഭാര്യയും ഭർത്താവിനെ ഇങ്ങനെ നോക്കണം. കാരണം അവിടെ എത്ര സ്നേഹം ഉണ്ടാവും. അടിപിടി കൂടിയത് കൊണ്ട് സ്നേഹം ഇല്ല എന്നല്ല, എത്രത്തോളം വഴക്കൂടുന്നോ എത്രത്തോളം പിണങ്ങുന്നോ അത്രത്തോളം ഇണങ്ങുന്നതാണ് സ്നേഹം. അപ്പോൾ അവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. അതിന് വെറുതെ 5000-10,000 കൊണ്ടുപോയി കൊടുക്കരുത്. ഇങ്ങനെ മാരേജ് ക്ലാസ് കഴിക്കുന്ന ടീച്ചർ എൻ്റെ അഡ്രസ്സ് കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഇരിക്കരുത്. ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. ജീവിതത്തിൽ ചിന്തിക്കാനും ചിരിക്കാനും നമ്മുടെ ഒപ്പം, നമ്മുടെ ചുറ്റത്ത്, നമ്മുടെ സാഹചര്യത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ മെസ്സേജൊക്കെ ഇടുമ്പോൾ ചെറിയ തെറ്റൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്കറിയില്ല, ഇതുവരെ സംഭവിച്ചായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഒരു തെറ്റ് അവൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുമില്ല. പക്ഷേ അവർക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ അവൻ്റെ പേര് അറിയാം, പക്ഷെ പറയുന്നില്ല. പക്ഷേ അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോയിൽ കിട്ടുന്ന പറയുന്ന ചില വാക്കുകളും ചില തമാശകളും ചില മെസ്സേജുകളൊക്കെ അവർക്ക് ജീവിതത്തിന് ഒരു ഊർജ്ജം നൽകുന്നുണ്ടെന്ന് പറയുന്നത്. എല്ലാ ദിവസവും ചികിത്സയിലായിരുന്നു എന്ന് ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കടക്കം മനസ്സിലായത്. അറിഞ്ഞോ അറിയാണ്ടോ നമ്മുടെ ഒരിക്കലും ഒരു തെറ്റായ മെസ്സേജ് നിങ്ങൾ ഇട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങളുടെ അസുഖത്തിനൊപ്പം തന്നെ നിങ്ങളെന്ന വ്യക്തിയെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഒപ്പം ആ പ്രാർത്ഥനയിൽ നിന്നും നിങ്ങളുണ്ടാവും. അവർ പറയാ ചില സമയത്ത് അവർ മെസ്സേജ് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് അക്ഷരങ്ങളിൽ വന്നാൽ എൻ്റെ ഈ പരിസ്ഥിതി അതായതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞു. പക്ഷെ അവർ ഇതുവരെ ഒരു തെറ്റായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അവർ എഴുതുന്നതൊക്കെ കറക്റ്റാണ്. ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ നിങ്ങൾ തെറ്റായിട്ട് ചെയ്താലും എന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോയിലുള്ള എല്ലാ എൻ്റെ കുടുംബാംഗങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ പേര് പറയാൻ അധികാരം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പേര് പറയാൻ പാടില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. ഉറപ്പായിട്ടും പൂർവ്വ ആരോഗ്യമായിട്ട് പഴയ സ്ഥിതിയിലേക്ക് അവർ തിരിച്ചു വരും. ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന മാത്രം മതി ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ. അറിയാത്ത മുഖങ്ങൾ, അറിയാത്ത വ്യക്തികൾ നമുക്ക് മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഗുണമുണ്ടാവും. നമ്മൾ ഒരാളിനെ മറ്റുള്ള ഏത് രീതിയിൽ സഹായിക്കാനേക്കാളും ഏറ്റവും വലുതാണ് പ്രാർത്ഥനയും കൊണ്ട് സഹായിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്കല്ലാത്ത നിസ്വാർത്ഥമായ പ്രാർത്ഥന മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാവും. അവരുടെ ആ വേദനയിൽ ഞങ്ങളുടെ വീഡിയോ അവർക്ക് ഒരു ആശ്വാസമാണെന്ന് അറിഞ്ഞതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഞങ്ങൾ അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയണം അല്ലേ? അപ്പോൾ ഇന്ന് ഇതായോ ഫ്രൈ ആയോ? ഇന്ന് വീഡിയോ സംസാരത്തിൻ്റെ കൂടി പോയി. മീൻ ഫ്രൈ ആയി, മീൻ കറിയായി. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം. ഒന്ന് കാണിക്കൂ, കറിയൊക്കെ ഒന്ന് കാണിക്കൂ. നല്ല എടുക്കാൻ പാടില്ല. അത് അങ്ങനെയുണ്ടോ? നല്ല എടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മുറിച്ചാൽ മതി. 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ പോവാണ്. മീൻ കറി കണ്ട. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇന്ന് നല്ല മീൻ കറി, മീൻ വറുത്തത്. മീനോട് ഇരിക്കുന്നുട്ടാ. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ 3 or 4 എത്ര പേര് വേണമെങ്കിലും വന്നോളും. ഞാൻ മീൻ വറുത്ത് തരാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാബേജ് തോരൻ ഞാൻ വെക്കുന്നുണ്ട്. അത് പെട്ടെന്ന് കഴിയുമല്ലോ. പക്ഷെ ഇതിൽ കാണിക്കില്ല എന്നല്ലോ. ഓക്കെ, ബൈ.